Hello and welcome back to Azerbaijan Diaries. You are watching episode 2. Hi guys! Good morning, Azerbaijan, Baku. എന്തായാലും നമ്മളിന്ന് രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. നമ്മുടെ ഹോട്ടലിന് ചുറ്റുമുള്ള ഏരിയാസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ആൻഡ് ഇത് ബാക്കുവിലെ ഒരു ഫേമസ് ലാൻഡ്മാർക്കാണ് ഹേദ അലിയേവ് സെൻറ്റർ. ഇത് നമ്മൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. തലേ ദിവസം നമ്മൾ ബസ്സിൽ സിറ്റി ടൂർ ചെയ്യുന്ന സമയത്ത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ അതിന് മുന്നിൽ പോയി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, ഇത് സാദിദിൻ്റെ ബിൽഡിംഗ് അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കയറിയോ എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ വിഗുൻ്റെ അടുത്ത് പറഞ്ഞു ഇതെന്തോ സംഭവം ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് മനസ്സിലായത് ദിസ് ബിൽഡിംഗ് ഈസ് വെരി ഫേമസ് ഫോർ ഇറ്റ്സ് ഷേപ്പ്. ലൈക്ക് ഇതൊരു കർവ്ഡ് ഡിസൈനിലാണ്. ഇതിൽ ഒരിടത്ത് പോലും ഷാർപ്പായിട്ടുള്ള ബെൻസ് ഒന്നുമില്ല. ആൻഡ് ഈ ഡിസൈന് ഈവൻ ഗോട്ട് എ ലോട്ട് ഓഫ് അവാർഡ്സ് ആൻഡ് എവറിത്തിങ്. സോ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് മെയിൻലി കൾച്ചറൽ ഇവൻറ്റ്സും എക്സിബിഷൻസും കോൺഫറൻസസ് ഒക്കെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ അതിനുള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. സോ അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി ആ ഒരു മെസ്സേജിലൂടെ. അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് എവിടെ പോകണം എന്നറിയാതെ, പിന്നെ ആ ഒരു 7:30 ടൈം ആയത് കാരണം വലിയ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല, എക്സെപ്റ്റ് സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് കുറച്ച് ചെറിയ കട. അപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി അവിടെ എന്തൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ് അവൈലബിൾ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടക്കുമായിരുന്നു. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അസർബൈജാൻ ഒരു ടർക്കിഷ് കൺട്രിയാണ്, ഒറിജിനൽ കൺട്രിയാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാണ്ടാവും ടർക്കിഷ് സ്വീറ്റായ ബക്ലാവ, അത് നല്ല ടേസ്റ്റാണ്. സോ അവിടെ ബക്ലാവേൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ ആകുമ്പോൾ ഒരു സ്നാക്ക് കൗണ്ടർ പോലെ അവർ സെറ്റ് ചെയ്യും. അപ്പോൾ സ്നാക്സ് ലൈക്ക് ഫുഡ് ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കണ്ടിട്ട് നമ്മുടെ ഈ പപ്സ് പോലെ ഇരിക്കുന്ന സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്രെഡ്സ്, ലോവ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഇസ് കോൾഡ് ആസ് അസർബൈജാനി. സോ ആ ഒരു ലാംഗ്വേജ് മാത്രമേ അവർക്ക് അറിയുള്ളൂ. എല്ലാം എഴുതി വെച്ചതും എല്ലാം അസർബൈജാനിയിൽ തന്നെയായിരുന്നു. സോ ഞങ്ങൾക്കിത് വെജാണോ ചിക്കനാണോ മീറ്റാണോ എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾക്ക് പറ്റുന്ന എന്തൊക്കെയോ വെജ് ലീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു, ഞാനന്ന് വെജായിരുന്നു, നമ്മുടെ കൂടെയുള്ള ഒരു ആൻറ്റിയും വെജായിരുന്നു. സോ വി വോണ്ടഡ് ടു ട്രൈ സം ലോക്കൽ സ്നാക്ക്. അപ്പോൾ വെജ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഇതേപോലെ ഈ സാധനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനകത്ത് ചീസും ലീഫും ആണ്. അപ്പോൾ ആക്ച്വലി ഇത് ബേസിൽ ലീഫായിരുന്നു. സോ അതുകൊണ്ട് അത് വെജായെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വാങ്ങിച്ചു നോക്കി. ആൻഡ് ഇറ്റ് ടേസ്റ്റഡ് റിയലി ഗുഡ്. വി ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. സോ നേരെ അതിലേക്ക് കടന്നു. പിന്നെ അവിടെ നമുക്ക് മനസ്സിലായത് അവർക്ക് സാലഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സാലഡ് വാസ് റിയലി ടേസ്റ്റി ആസ് വെൽ. ഇപ്പോൾ പിക്കിൾഡ് ആയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് അതിൻ്റെ കൂടെ ചെറിയ ഡിപ്സ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ സോസേജസ്, യോഗേർട്സ്, സീരിയൽസ്, എഗ്സ്, പിന്നെ ഒരു റൈസും വെച്ചായിരുന്നു അവർ. സോ ദിസ് ഈസ് വാട്ട് ഐ ടുക്ക്. ഫസ്റ്റ് ഡേ ഈവനിങ് തൊട്ടിട്ട്, അതായത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഹൈലൻഡ് പാർക്കിൽ പോയപ്പോൾ തൊട്ടിട്ട് വി ഓൾസോ ഹാഡ് എ ലോക്കൽ ഗൈഡ് ആസ് വെൽ. ഹർ നെയിം വാസ് ജഹ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 days കഴിയുമ്പോഴത്തേക്കും വി ഓൾ ബിക്കെയിം റിയലി ക്ലോസ്. ഷീ ഓൾസോ വാസ് എ വെരി നൈസ് പേഴ്സൺ. ഇതൊരു കാർപ്പറ്റ് മ്യൂസിയമാണ്. കാർപ്പറ്റ് വീവിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ട്രേഡ് ആൻഡ് ഒരു സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ആയിരുന്നു അസർബൈജാൻ പീപ്പിളിന്. സോ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ അതൊരു റോൾഡ് അപ്പ് കാർപ്പറ്റ് പോലെയാണ് ആ ബിൽഡിങ്ങിനെ കാണാൻ തന്നെ, സിംബലൈസിങ് ആ ഒരു കാർപ്പറ്റ് വീവിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല. പക്ഷേ പുറത്തുനിന്ന് ആ ബിൽഡിംഗ് കാണാൻ തന്നെ നല്ല കൗതുകമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നിൽ കാണുന്നതാണ് ഫ്ലെയിം ടവർ. സോ അത് ഏതൊരു ഭാഗത്ത് നിന്ന് നോക്കിയാലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഫ്ലെയിം ടവറിന് ഏതെങ്കിലും ഒരു പോർഷൻ കാണാൻ പറ്റും. നമ്മൾ ആക്ച്വലി ഈ ഭാഗത്തേക്ക് വന്നത് ഈ ഒരു ഏരിയ കണ്ടില്ലേ, നമ്മളൊരു ചെറിയൊരു കനാലൊക്കെ ആയിട്ട്. സോ ഇതൊരു ആർട്ടിഫിഷ്യൽ കനാൽ ക്രിയേറ്റ് ചെയ്തതാണ്. ഇവിടെ ഉള്ള ഈ ബോട്ട് റൈഡും ആൻഡ് ഈ ഫെസിലിറ്റീസ് എല്ലാം വെനീസിലുള്ള, അതായത് ഇറ്റലിയിലെ വെനീസിൽ അവിടെ ശരിക്കും ഇങ്ങനെ ബോട്ട് റൈഡൊക്കെ നടക്കുന്നുണ്ടല്ലോ കനാലിൻ്റെ ഉള്ളിൽ കൂടെ. സോ അതിനെ മിമിക് ചെയ്തിട്ടാണ് ഇവരത് ക്രിയേറ്റ് ചെയ്തത്. ഇറ്റ്സ് കോൾഡ് ലിറ്റിൽ വെനീസ്. നമ്മൾ ഈ ഗോണ്ടോലാസിലാണ് ഇവരിങ്ങനെ കൊണ്ടുപോകും, ചുമ്മാ ചെറിയൊരു റൈഡൊക്കെ ആയിട്ട്. സോ നമ്മുടെ കൂടെ ഇപ്പോൾ ഗോണ്ടോല, നമ്മളീ പോകുന്ന ആ ഒരു ബോട്ടിനെ പോലത്തെ സാധനത്തിന് വിളിക്കുന്ന പേരാണ് ഗോണ്ടോല. എനിക്കും അറിയണ്ടായിരുന്നില്ല, ഞാനിപ്പോൾ പഠിച്ചതാണ്. സോ നമ്മുടെ കൂടെ ഗോണ്ടോലയിൽ കയറിയതായിരുന്നു അൽഫോൻസ ടീച്ചറും ആൽഡ്രൻ സാറും. സോ ഇവർ ശരിക്കും ഈ റൈഡ് വെനീസിൽ, ഇത് റിയൽ റൈഡ്, ലൈക്ക് ആ കനാലിൽ കൂടെ അവർ പോയിട്ടുണ്ട്. സോ ദേ വർ സേയിങ് അതിൻ്റെ അത്ര ഒന്നും ഡെഫിനറ്റ്ലി എത്തില്ല, പക്ഷെ അവർ ചെറിയ രീതിയിൽ മിമിക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
And another interesting fact about the group of people that we traveled with was that അവരെല്ലാവരും ഒരു കുറേ കൺട്രീസ് കണ്ടിട്ട് they have traveled around the world. സോ അവരുടെ എല്ലാം പോയിന്റ് ഓഫ് വ്യൂ അവരുടെ എല്ലാം സ്റ്റോറീസൊക്കെ കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ലഞ്ചിൻ്റെ മുന്നേ കുറച്ച് സമയം ഉണ്ടായിരുന്നു. സോ നമുക്ക് കുറച്ച് ടൈം കിട്ടി. തൊട്ടടുത്തുള്ള പാർക്ക് ബുൾവാർഡ് മോൾ എന്ന് പറഞ്ഞാൽ അതിനും ഒരു കാസ്പിയൻ സീൻ്റെ വ്യൂ ആയിട്ടാണ് നമ്മൾ ഹൈലൻഡ് പാർക്കിൻ്റെ വ്യൂ എന്ന് കണ്ടായിരുന്നു. ഈ മോളൊക്കെ ഒരു ലോട്ടസ് ഷേപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ നമ്മൾ ആ മോളിലും കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ആൻഡ് ആസ് യൂഷ്വൽ നമ്മൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിൽ എത്തി അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഞങ്ങൾ രണ്ടുപേരും ഫുഡീസ് ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഏറ്റവും പാട് എന്താണ് ഭാഷ. ഭാഗ്യത്തിന് ഒരു ഇംഗ്ലീഷ് അറിയുന്ന ആളെ കിട്ടി. സോ ഹി സെറ്റ് ഇതിൻ്റെ അകത്ത് വെജിറ്റേറിയൻ ഓപ്ഷൻ ഏതാണ് നല്ലത്, കാരണം ഇന്ന് ഞാൻ വെജാണ് അൺഫോർച്ചുനേറ്റ്ലി. സോ എപ്പോഴും സോ ട്രൈ ചെയ്ത് നോക്കാം. ഒന്നും അറിയാത്തതുകൊണ്ട് എത്ര രൂപയായി എന്ന് തന്നെ പറയാൻ അറിയാത്തതുകൊണ്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുക ചെയ്തു. നമ്മൾ സ്ക്രീനിൽ നോക്കിയിട്ട് അവിടുത്തെ കറൻസി ഈസ് കോൾഡ് ആസ് മനാത്ത്. സോ ഒരു മനാത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് 48 rupees. സോ എനിക്ക് ഫീൽ ചെയ്തത് പൈസ ഇൻ ടേംസ് ഓഫ് എക്സ്പെൻസ് നമ്മുടെ ഓൾമോസ്റ്റ് കൺവേർട്ട് ചെയ്താലും നമ്മുടെ നാട്ടിൽ അത്ര തന്നെയാണ് ഫുഡിനും എന്തിനും എനിക്ക് ഓൾമോസ്റ്റ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ ഗൈഡ് നമ്മളടുത്ത് പറഞ്ഞ കാര്യമാണ് അസർബൈജാനീസ് പൊതുവേ ഒരു ക്വയറ്റ് എൻവയൺമെൻറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പുറത്തു പോയി എന്തോരം ഒച്ചയും ബഹളവും ഉണ്ടാവുന്നു. പക്ഷേ അവരത് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് അവിടെ കാണുന്നത്. സോ ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്നത് നിസാമി സ്ട്രീറ്റിലേക്കാണ്. സോ അവിടെ ഒരു ഹോട്ടലാണ് നമ്മുടെ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫൈനലി വി ആർ ഗോയിങ് ടു ട്രൈ സം ലോക്കൽ അസർബൈജാനി ഫുഡ്. അവിടുത്തെ ആൾക്കാരെ കാണാൻ ഇപ്പോൾ ടർക്കിഷ് സീരിയൽസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ലിറ്ററലി ആ സീരിയലിലെ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ശരിക്കും ദ വുമൻ ഓവർ ദേ അവരുടെ സ്റ്റൈലൊക്കെ കണ്ട് ഞാൻ അങ്ങനെ സ്റ്റണ്ട് അടിച്ച് നിന്നിട്ടുണ്ട്. ദേ വർ ലുക്കിംഗ് സോ സ്റ്റൈലിഷ്. സോ അപ്പോഴാണ് ജഹാവും പറഞ്ഞത് അവിടെ യൂറോപ്യൻ ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട്. സോ ആ ഒരു രീതിയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടായിരുന്നു എല്ലാവരും നടക്കുന്നത്. സോ നമുക്ക് ഇൻഫ്യൂസ് കുക്കുംബർ വാട്ടർ, ആപ്പിൾ ജ്യൂസ്, മാംഗോ ജ്യൂസ്, 2 സൂപ്പ് ഉണ്ടായിരുന്നു, യോഗർട്ട് സൂപ്പ് ആൻഡ് മിക്സ് വെജ് സൂപ്സ്, പിന്നെ ഒലിവ്സ് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ബീട്രൂട്ട് സാലഡ്സ്, വൈഡ് വെറൈറ്റി ഓഫ് സാലഡ് ബാർ തന്നെ വാസ് വെരി ഹ്യൂജ് ആൻഡ് ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. പിന്നെ ചിക്കൻ കബാബ്സ്, മട്ടൻ കറി എല്ലാം ആ ബേസിക് സ്റ്റോക്ക് വാട്ടറിലുള്ള അധികം മസാലാസ് ഒന്നും യൂസ് ചെയ്യാത്ത അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാത്തിനും. ഇതെന്ത് സൂപ്പാന്ന് പറയാം, യോഗർട്ട് വെജിറ്റബിൾ സൂപ്പ്. തൈര് കുറച്ച് ഉപ്പ് ഒരുവൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഒരു വികാരം വരും. ആസ് യൂഷ്വൽ ഞാനെടുത്ത സൂപ്പ് ഫ്ലോപ്പായിരുന്നു. വിയുടെ സൂപ്പ് രസമുണ്ടായിരുന്നു. സോ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് എൻ്റെ സൂപ്പ് വിക്കുവിന് കൊടുത്തു, വിയുടെ സൂപ്പ് ഞാൻ കുടിച്ചു. പിന്നെ ടു മൈ സർപ്രൈസ് വെജ് ആയിരുന്നെങ്കിലും ദ ഫുഡ് വാസ് റിയലി ഗുഡ്. സാലഡ്സ് ആണെങ്കിലും പാസ്ത ആണെങ്കിലും മിക്സ് വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം നൈസായിരുന്നു. സോ ഞാൻ വെജ് ആയതുകൊണ്ട് ഐ ഡിഡ്ന്റ് ലൂസ് ഓൺ എനിത്തിങ്. നമ്മൾ ഡെസേർട്ട് ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. കുഴപ്പമില്ല, ഓവർ ജ്യൂസി ആയിട്ടാണ്. കേക്കാണ് കേക്ക്. ഇത് വേറെ ഒന്നും കേക്കാം. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് കയറ്റിക്കഴിഞ്ഞ് പിന്നെ വി വർ ഓൺ അവർ വേ ടു ദ ഫയർ ടെമ്പിൾ. സോ ഫയർ ടെമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേര് അറ്റാഷ്ക എന്നാണ്, അതായത് ഹോം ഓഫ് ഫയർ.
സോ ഈ ഫയർ ടെമ്പിൾ എന്താണെന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഈവൻ ഐ വാസ് ക്യൂരിയസ്. സോ അതൊരു പെൻറ്റഗണൽ സ്ട്രക്ചറിലുള്ളൊരു വർഷിപ്പ് സൈറ്റ് തന്നെയാണ്. അതിന് ചുറ്റും ഒരുപാട് സെൽസ് ഒക്കെ ഉണ്ട്. സോ അവിടെ ഓരോ സെല്ലിൻ്റെ അകത്തും ഓരോ ഡെപ്പിക്ഷനാണ് അവരുടെ കൾച്ചറൽ ആൻഡ് റിലീജിയസ് കാര്യങ്ങളായിരുന്നു അതിൻ്റെ അകത്ത് നമുക്ക് കാണാനുണ്ടായിരുന്നത്. സോ ഒറിജിനലി ഈ നാട്ടിൽ സൊറാസ്ട്രിയൻസ് എന്ന് പറഞ്ഞൊരു റിലീജിയസ് കമ്മ്യൂണിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അവർ ഫയറിനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. ആൻഡ് പിന്നെ അറബ്സ് ഒരു 7th and 8th centuries അറബ്സ് അവിടെ എത്തിയതിനു ശേഷം ദേ ആസ്ക്ഡ് ദെം ടു either convert to the Muslim community അല്ലെങ്കിൽ they were asked to leave the country. So അങ്ങനെ there were a lot of converted Muslims that we can see. Muslims ആണ് ഐ തിങ്ക് ഒരു 99% മുസ്ലിംസ് ആണ് അസർബൈജാനിൽ നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് കുറച്ച് സൊറാസ്ട്രിയൻസ് അപ്പോൾ ആ സമയത്ത് ദേ കെയിം ടു ഇന്ത്യ ബിക്കോസ് ദേ ഡിഡ്ന്റ് വാണ്ട് ടു കൺവേർട്ട് ദെയർ റിലീജിയൻ. ആൻഡ് അവരാണ് ഒരു ഗ്രൂപ്പ് ഓഫ് അവരിപ്പോൾ നമ്മുടെ നാട്ടിൽ പാർസീസ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ കമ്മ്യൂണിറ്റി അറിയപ്പെടുന്നത്. പക്ഷേ അങ്ങനെ കൺവേർട്ടഡ് മുസ്ലിംസ് ആയെങ്കിലും അവരിപ്പോഴും സൊറാസ്ട്രിയൻസിൻ്റെ കുറേ ഫെസ്റ്റിവൽസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദേ സ്റ്റിൽ ഗിവ് റെസ്പെക്ട് ടു ദാറ്റ് എന്നുള്ളൊരു കാര്യം അവർ മെൻഷൻ ചെയ്തായിരുന്നു. ഓൾസോ 17th and 18th century ഈ ട്രേഡേഴ്സ് ഫ്രം ഇന്ത്യ, അതായത് സിൽക്ക് റൂട്ട് വഴി ട്രാവൽ ചെയ്ത് വരുന്ന മെർച്ചൻസും ഇതൊരു പ്ലേസ് ഓഫ് വർഷിപ്പ് ആയിട്ട് യൂസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ നടരാജ വിഗ്രഹവും ഗണപതിനെയും ശിവലിംഗവും എല്ലാം നമുക്ക് കാണാൻ പറ്റി. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ സെൽ, അതായത് ഈ ഓരോ കമ്പാർട്ട്മെൻറ്റ്സ് പോലത്തെ ബിൽഡിങ്സിൻ്റെ അകത്ത് അവർ ഫിഗേഴ്സ് വെച്ചിട്ട് അവരുടെ സ്റ്റോറീസ് എല്ലാം ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ടെമ്പിളിൻ്റെ സെൻറ്റർ പെൻറ്റഗണൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരു നാച്ചുറൽ ഗ്യാസ് വെൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ നാച്ചുറൽ ഫയർ ഇങ്ങനെ കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇൻഡസ്ട്രിയൽ എക്സ്ട്രാക്ഷൻ കാരണം അത് എക്സ്റ്റിങ്ക്വിഷ് ആയി. ഓൾസോ ഈ ഫയർ ടെമ്പിളും രാജ് കപൂറും ഇന്ത്യയും എല്ലാം തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് രാജ് കപൂർ 1956 ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അസർബൈജാനിൽ വന്നപ്പം നമ്മുടെ ഈ ഫയർ ടെമ്പിൾ എല്ലാം വിസിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ചും കൂടെ ഫയർ ടെമ്പിൾ മെച്ചപ്പെടുത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. സോ അത് രാജ് കപൂർ ഇവിടെ വന്നത് കാരണം നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രി, നമ്മുടെ ഇന്ത്യൻ ഫിലിംസ്, പാട്ട് എല്ലാം ഇവിടെ ഭയങ്കര പോപ്പുലറായി. സോ അസർബൈജാനീസിൽ നമ്മളെ മൂവീസ് കാണാറുണ്ട്, നമ്മളെ സോങ്സ് അറിയാം. സോ അങ്ങനെ ഒരു ഇന്ത്യൻ അസർബൈജാനി റിലേഷൻഷിപ്പും അവിടെ എസ്റ്റാബ്ലിഷ് ആയി. നാച്ചുറൽ ഫയർ. സോ ഇപ്പോൾ നമ്മൾ യാനർ ദാഗ് എന്ന് പറഞ്ഞ് ബാക്കോട് ഒരു 25 കിലോമീറ്റർ നോർത്ത് ആയിട്ട് ഒരു ബേണിംഗ് മൗണ്ടനിൽ ഒരു അതിശയിപ്പിക്കുന്ന കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതൊരു ഹിൽ സൈഡിൽ ഒരു നാച്ചുറൽ ഫയർ ഇപ്പോൾ ഇങ്ങനെ എപ്പോഴും ഏത് ക്ലൈമറ്റിലായാലും അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. സോ ഈ ഹിൽ സൈഡ് ആക്ച്വലി ഒരു നാച്ചുറൽ ഗ്യാസ് റിസർവിൻ്റെ മേലെയാണ് ഇരിക്കുന്നത്. സോ ഈ മീത്തേൻ ഗ്യാസും എല്ലാം അങ്ങനെ മെല്ലെ കുറേ കാലങ്ങളായിട്ട് അതിങ്ങനെ സീപ്പ് ചെയ്ത് മെല്ലെ അത് അറ്റ്മോസ്ഫിയർ ഓക്സിജനായിട്ട് കോൺടാക്റ്റ് വരുമ്പോഴാണ് ഈ ഫയർ ഇങ്ങനെ കത്താൻ തുടങ്ങിയത്. സോ അതിപ്പോൾ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഈ നാച്ചുറൽ ഫയർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ 4-5 സൈറ്റ്സ് ഉണ്ട് അസർബൈജാനിൽ. പക്ഷേ ഇതാണ് ഇപ്പോൾ പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലം. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു ഇത് കണ്ടപ്പോൾ. നമ്മൾ ഗൈഡിൻ്റെ അടുത്ത് വീണ്ടും പോയിട്ട് അപ്പോൾ ഇത് ശരിക്കും നാച്ചുറൽ ആണ്, ഇത് ആർട്ടിഫിഷ്യൽ അല്ല, ആരും കത്തിക്കുന്നതല്ല എന്നുള്ള ചോദ്യം ഞങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചായിരുന്നു. ഒരു വട്ടം കൂടെ ചോദിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അടി കിട്ടിയേനെ. അത് കഴിഞ്ഞിട്ട് വി സ്ലോലി വൈൻഡഡ് അപ്പ് ആ ഡേ ആൻഡ് വി കെയിം ബാക്ക് ടു ദി സിറ്റി. നമുക്ക് ഇന്നലത്തെ ഡിന്നർ കഴിച്ച സെയിം മായ റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏർലി റാപ്പപ്പ് ചെയ്തത് കാരണം നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വന്നിട്ട് വീണ്ടും നമ്മളൊരു ചെറിയ നൈറ്റ് വാക്കിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ വി വർ ക്രേവിങ് ഫോർ സം ഹോട്ട് ചോക്ലേറ്റ്. സോ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളൊരു ബേക്കറി കണ്ടപ്പോൾ അതിൽ കയറി. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് അബൌട്ട് 5 മനാത്ത് ഓർ സംതിങ്. ആൻഡ് അവിടെ ഡിസ്പ്ലേയിൽ അവർ കുറേ അടിപൊളി ഫിഗേഴ്സ് ആയിട്ടുള്ള കേക്ക്സും വെച്ചിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഷോയിങ് എ ഗ്ലിംസ് ഓഫ് ദാറ്റ് ആസ് വെൽ. ഞാൻ സോക്സും ഫുൾ പാൻറ്റും കൈയെല്ലാം പോക്കറ്റിലിട്ട് നടക്കുന്നത് അവിടെ രാത്രി ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു ആൻഡ് കാറ്റും ഉണ്ടായിരുന്നു. സോ അതൊന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്.
പെട്ടെന്ന് നടന്നു പോകുന്ന വഴി ഇതേ നമ്മുടെ പഴംപൊരി പോലെ ഒരു സാധനം ഇരിക്കുന്നു. അപ്പം എനിക്കത് ഭയങ്കര ഒരു ഇതായി, എന്താണ് ആ സാധനം എന്ന്. പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജും അറിയില്ല. സോ അത് ചോദിച്ചു, ഇതെന്ത് വെച്ചാൽ ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചപ്പം അയാൾക്കും എങ്ങനെ പറയണ്ടതെന്ന് അറിയില്ല. ഫൈനലി ഹി വെൻറ്റ് ഇൻ ടു കിച്ചൺ ആൻഡ് ഒരു പീസ് പൊട്ടേറ്റോ എടുത്ത് കാണിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഇത് പൊട്ടേറ്റോ വെച്ച് ഉണ്ടാക്കിയൊരു സാധനമാണ്. So after everything, we are finally winding up our day 2 as well. So see you guys in episode 3. Don't forget to like, share and subscribe.